Good morning, friends. I am Santosh, ELV consultant. Today I am introducing myself. Who am I? ഓക്കെ, ഞാൻ മലയാളത്തിൽ പറയാം. ഞാൻ ELV കൺസൾട്ടൻ്റ് ആണ്. ELV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ലോ വോൾട്ടേജ് സിസ്റ്റംസ്. ഞങ്ങൾ ELV എന്ന് പറഞ്ഞ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് ഒരുപാട് സിസ്റ്റംസ് വരുന്നുണ്ട്. അതിനകത്ത് CCTV വരുന്നുണ്ട്, ആക്സസ് കൺട്രോൾ വരുന്നുണ്ട്, ഫയർ അലാം സിസ്റ്റം വരുന്നുണ്ട്, പബ്ലിക് അഡ്രസ് സിസ്റ്റം വരുന്നുണ്ട്, ഡേറ്റ കേബിളിംഗ് വരുന്നുണ്ട്, GRMS ഗസ്റ്റ് റൂം മാനേജ്മെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്, IPTV സൊല്യൂഷൻസ് വരുന്നുണ്ട്, ഇൻട്രാക്റ്റീവ് TV സൊല്യൂഷൻസ് വരുന്നുണ്ട്, ഡിജിറ്റൽ സൈനേജ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സൊല്യൂഷൻസ് ഉള്ള ഒരു സെക്ടറാണ് ELV സിസ്റ്റംസ് എന്ന് പറയുന്നത്. സോ അതിൽ ഞാൻ ലാസ്റ്റ് ഒരു 15 ഇയേഴ്സായിട്ട് ഈ മാർക്കറ്റിലുണ്ട്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് എനിക്കറിയാം. സോ ഇതിൻ്റെ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഒരു സൈറ്റ് സർവേ ചെയ്തിട്ട് അവിടെ നിന്ന് ഈ സൊല്യൂഷൻ ബിൽഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എങ്ങനെ നമ്മളൊരു BOQ ഉണ്ടാക്കണമെന്നും ആ ഡ്രോയിങ്ങിൽ നിന്ന് എങ്ങനെ അത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ആ സൊല്യൂഷൻ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ചെയ്യാനറിയാം. സോ അത് ഞാൻ ഈ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ബഹ്റൈനിൽ ഇഷ്ടം പോലെ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ആ പ്രോജക്ട്സിൻ്റെ ലിസ്റ്റ് എൻ്റെ പ്രോജക്ട് റെഫറൻസസിൻ്റെ ഡാറ്റാബേസിലുണ്ട്. സോ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു സെക്ടർ ആയതുകൊണ്ടാണ് ഈ ELV സൊല്യൂഷൻസിൽ എൻ്റെ നോളജ് ഞാൻ പബ്ലിക്കുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എൻ്റെ യൂട്യൂബ് ചാനലാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് എനിക്ക് എന്ത് നോളജ് ഉണ്ടോ അത് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അതാണ് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഫീൽഡിൽ വരുന്നത് ഒരു ആക്സിഡൻ്റലി വന്നതല്ല, നമ്മൾ ഇൻറ്റൻഷനലി വന്നത് തന്നെയാണ്. ആദ്യം ഞാൻ ഒരുപാട് മാർക്കറ്റിംഗ്, എൻ്റെ ബേസ് വന്ന് മാർക്കറ്റിംഗ് ആയിരുന്നു. ഞാൻ ആദ്യം മാർക്കറ്റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തത് ഈ നോൺ സ്റ്റിക്ക് കുക്ക് വെയർസ് വീട് തോറും വിറ്റിട്ടാണ് ഈ ഫീൽഡിലൂടെ ഞാൻ മാർക്കറ്റിൽ വരുന്നത്. അങ്ങനെ വന്ന് ആദ്യം മാർക്കറ്റിൽ ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോളിടെക്നിക്കാണ് ഫിനിഷ് ചെയ്തത്. 3 വർഷം പോളിടെക്നിക്കിൽ പഠിച്ചു. പക്ഷേ അന്ന് ബേസിക് ആയിട്ടുള്ള ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററും ഇതൊക്കെ പഠിച്ചു. പക്ഷേ എന്തിനു പഠിക്കണമെന്ന് അറിയത്തില്ല, എന്തോ പഠിച്ചു. അവസാനം ഒരു ഘട്ടമായപ്പോൾ ആ ഫീൽഡൊന്നും അല്ല എനിക്ക്. ഞാൻ എൻ്റെ +2 കഴിഞ്ഞിട്ട് പോളിടെക്നിക് കഴിഞ്ഞിട്ട് അതല്ല ഞാൻ പോയത്. ഞാൻ സെയിൽസിലോട്ട് പോയി. എന്ത് സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നെ ഒരാൾ കൊണ്ട് സെയിൽസിലോട്ട് ചേർത്ത് വിട്ട് അവിടെ നിന്ന് ഞാൻ വന്നിട്ട് ഈ നോൺ സ്റ്റിക്ക് കുക്ക് വെയർസിൻ്റെ സെയിലിലോട്ട് പോയി. അങ്ങനെ ആ സെയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ഞാൻ തന്നെ ഒന്ന് വെക്സായിട്ട് ചിന്തിക്കുകയാണ്, നമ്മൾ ഏത് ട്രാക്കിലാണ് പോകുന്നത്, ഇത് ലൈഫിൽ നമുക്ക് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും, ഈ ഫീൽഡ് ഈ ബിസിനസ് നമുക്ക് വളർച്ചയുണ്ടോ, ഇതിൽ നമുക്ക് ഇന്ന് ഈ പ്രൊഡക്റ്റ് ഇത് എൻ്റെ സെക്ടറിലുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലല്ലോ. അതുമാത്രമല്ല ഇതൊരു മെയിനായിട്ട് ഈ ലേഡീസ് അട്രാക്റ്റഡ് പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു ലൈഫ് ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടാണ് ഞാൻ പഠിച്ച സംഭവത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് കൊണ്ടുവന്നിട്ടാണ് അതെന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആദ്യം ഒരു ഐഡിയ കിട്ടിയില്ല. കാരണം ഈ ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതിനകത്ത് ഇലക്ട്രോണിക്സ് പറയുമ്പോൾ നമുക്ക് റേഡിയോ TV ഇതൊക്കെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യാനുള്ള എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ജിതീഷ് കുമാർ എന്നാണ് ഒരു പേര്. അവൻ എന്നെ പോലെ പോളിടെക്നിക് പഠിച്ചിട്ട് ഒരു കമ്പനിയിൽ സർവീസ് എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് ദുബായിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അവൻ അങ്ങോട്ട് പോയി. അപ്പോൾ എനിക്ക് ഞാൻ ഈ നോൺ സ്റ്റിക്ക് കുക്കർ ഇതെല്ലാം വിറ്റുകൊണ്ട് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ട്രിവാൻഡ്രത്ത് വെച്ച് ഇവനെ മീറ്റ് ചെയ്തു. അപ്പം ഞാൻ ഇവനെ മീറ്റ് ചെയ്തപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അപ്പം ഞാൻ ഇപ്പം ഇവിടെ ഈ CCTV ഈ ആക്സസ് കൺട്രോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് ഞാൻ വിറ്റുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയുള്ള പ്രോഡക്റ്റിൻ്റെ സർവീസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുബായിൽ ഒരു കമ്പനിയിൽ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, നിനക്ക് എത്ര രൂപ ശമ്പളമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഒരു 60,000 രൂപ ശമ്പളമുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഞാൻ നാട്ടിൽ നിന്നിട്ട് എനിക്കൊരു 15,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടി ഈ സംഭവം നടക്കുന്നത് 2005 ആ കാലഘട്ടത്തിലാണ്. സോ അപ്പോൾ ഞാൻ 15,000 രൂപ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. സോ ഇതെന്താണ്, ഇവൻ ഇത്രയും പൈസ ഉണ്ടാക്കുന്നില്ല. അപ്പം ഞാനിവനും ഒരേ രീതിയിൽ പഠിച്ച ആളാണ്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഈ പോളിടെക്നിക്കുള്ള സെഗ്മെൻറ്റ്സൊക്കെ നോക്കി എഴുതുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഗ്രോത്ത് ഉണ്ടായി, എനിക്ക് ഈ ഗ്രോത്ത് ഉണ്ടായില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് എന്താണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവനെക്കുറിച്ച് ഞാൻ കൂടുതൽ അവൻ്റെ അടുത്ത് ചോദിച്ചറിയാൻ മനസ്സിലാക്കി. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊരു സംഭവമുണ്ട്, CCTV എന്നൊരു സാധനമുണ്ട്, ആക്സസ് കൺട്രോൾ എന്നൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ആക്സസ് കൺട്രോൾ? അപ്പോൾ അവൻ പറഞ്ഞു, എന്നിട്ട് നീ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവൻ എനിക്ക് ആ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനൊരു സുപ്രഭാതത്തിൽ ആ കമ്പനിയിൽ എൻ്റെ ബയോഡാറ്റയും കൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് അവിടെ ഒരു സെയിൽസ് വേക്കൻസി ഉണ്ടായിരുന്നു. അവരെന്നെ ആ ഓഫറിൽ HR എന്നെ ആ ജോബിലെടുത്തു. അങ്ങനെ അവിടെ ആദ്യം ഒരു 6 മാസം ഞാൻ അവിടെ നിന്ന് ഈ പ്രോഡക്റ്റ് എന്താണെന്ന് പഠിച്ചു. ആ പ്രോഡക്റ്റിനെ സെയിൽ ചെയ്യാൻ പഠിച്ചു. അങ്ങനെയാണ് ഞാൻ മാർക്കറ്റിലോട്ട് വരുന്നത്.
മാർക്കറ്റിൽ വന്നിട്ട് ഞാൻ അവസാനം ചെന്നൈയിലൊരു 2 years വർക്ക് ചെയ്തു. ചെന്നൈയിൽ വെച്ചിട്ടാണ് ആക്ച്വലി എന്താണ് ഈ പ്രോഡക്റ്റ് എന്ന്, ഇതെങ്ങനെ വിൽക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു 30% നോളജ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ ഈ കൺസൾട്ടൻസി കമ്പനീസിലും ഈ നോക്കറി പോലുള്ള വെബ്സൈറ്റ്സിലൊക്കെ എൻ്റെ റിസ്യൂം ആഡ് ചെയ്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഓഫർ വന്നു. ആദ്യം ഒരു ഓഫർ വന്നു ദുബായിൽ നിന്ന്, അതിന് ഞാൻ സെലക്ട് ആയില്ല. രണ്ടാമത് എനിക്കൊരു ഓഫർ വന്നു ബഹ്റിനിൽ നിന്ന്, അതിൽ ഞാൻ സെലക്ട് ആയി. അങ്ങനെ ഞാൻ ഇവിടെ ബഹ്റിനിൽ വന്നു. ബഹ്റിൻ വന്നിട്ട് ബഹ്റിൻ മാർക്കറ്റിനെ കുറിച്ചും ഈ മാർക്കറ്റിൽ എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് പോകുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചു. അങ്ങനെ സ്വന്തമായിട്ട് അവസാനം ഒരു 2 വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് ഈ ബിസിനസ് തുടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ മാർക്കറ്റിൽ വന്നത്. ഇന്നിപ്പം സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് 10 വർഷമായി. ഞാൻ ഇന്ന് എന്തൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയോ അതെല്ലാം ഈ ഫീൽഡിൽ നിന്ന്, ഈ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. സോ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഞാൻ 3 വീട് വെച്ചു, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാക്കി, എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ നന്മകളും എനിക്ക് ഉണ്ടായത് ഈ ബിസിനസ്സിൽ നിന്നിട്ടാണ്. സോ അങ്ങനത്തെ ഒരു ഫീൽഡാണ് ഈ ELV സിസ്റ്റംസ്. അങ്ങനെ ELV സിസ്റ്റം പഠിച്ച് ഒരുപാട് കൺസൾട്ടൻറ്റുമാരുടെ അടുത്തും ഒരുപാട് പ്രൊജക്ട്സും ചെയ്തിട്ടാണ് ഇപ്പം നമുക്ക് ഈ എക്സ്പീരിയൻസ് കിട്ടിയത്. സോ ആ നോളജാണ് ഞാൻ ഇനി വരുന്ന പുതിയ പയ്യന്മാർക്കും ഈ ഫീൽഡിലോട്ട് വരാൻ താല്പര്യമുള്ളവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. സോ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കണ്ടൻസുള്ള വീഡിയോസും ലൈൻ ബൈ ലൈനായിട്ട് വരുന്നുണ്ടായിരിക്കും. ഓരോ സിസ്റ്റത്തിനെ കുറിച്ചും ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ചും എൻ്റെ അറിവ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.